ഹസ്തദാന വിവാദത്തിൽ തുടങ്ങി പ്രകോപന ആംഗ്യങ്ങളും ICC നടപടിയും കടന്നാണ് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കലാശ പോരാട്ടത്തിന് ഇന്ത്യയും പാകിസ്ഥാനും ഇന്നലെ ഇറങ്ങിയത്. മൈതാനത്ത് ഇന്നലെ ഇന്ത്യയുടെ ദിവസമായിരുന്നു. വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നു. ഇന്ത്യ ഉജ്ജ്വലമായി കളിച്ചു, ഉജ്ജ്വലമായി ജയിച്ചു. പക്ഷേ കളിക്കളത്തിലും പുറത്തും ഇന്ത്യയും പാകിസ്ഥാനും ഇറങ്ങിയത് ഒരു യുദ്ധത്തിനായിരുന്നു എന്ന് തോന്നിപ്പിച്ചു കളിക്കാരുടെയും ക്രിക്കറ്റ് ബോർഡുകളുടെയും രാഷ്ട്രീയക്കാരുടെയും പിന്നീടുള്ള പെരുമാറ്റം കണ്ടപ്പോൾ. RDX ഏതായാലും ആ തരം കായിക സംസ്കാരത്തിനൊപ്പമല്ല. ആദ്യം കാണാം RDX റാപ്പ്. ഇന്ത്യ ഉയർത്തേണ്ട സ്വർണ്ണ കിരീടത്തിൽ തൊടാൻ ഒരു പാകിസ്ഥാനിയെയും അനുവദിക്കില്ലെന്നായിരുന്നു ടീം ഇന്ത്യയുടെ നിലപാട്. കിരീടം നൽകാൻ വേദിയിലെത്തിയ പാക് ആഭ്യന്തരമന്ത്രിയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷനുമായ മൊഹസിൻ നഖ്വി നോക്കി നിൽക്കെ ഇന്ത്യൻ ടീമിന്റെ ബഹിഷ്കരണം. ശേഷം കിരീടം കയ്യിൽ വെക്കാതെ യുവനിരയുടെ ആഘോഷം. ഫൈനലിലും ഇരു ടീമും കളിക്കളത്തിൽ വൈരം കാണിച്ചു. യുദ്ധവിമാനം താഴെ വീഴുന്നത് സൂചിപ്പിച്ച് വിവാദത്തിലായ ഹാരിസ് റൌഫിന്റെ വിക്കറ്റ് വീഴ്ത്തി ബുംറയുടെ മറുപടി. ഇന്ത്യയെ കരകയറ്റിയ സഞ്ജു സാംസണെ പുറത്താക്കിയതിനു ശേഷം ഗെറ്റ് ഔട്ട് സെലിബ്രേഷൻ നടത്തി പാക് താരം അബ്രാർ. കിരീട നേട്ടത്തിന് ശേഷം ടീം ഒന്നാകെ സഞ്ജുവിനെ മുന്നിൽ നിർത്തി മറുപടി നൽകി. ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിനെ കടന്നാക്രമിച്ചായിരുന്നു പാക് നായകൻ സൽമാൻ അലി ആഗയുടെ വാർത്താ സമ്മേളനം. എന്നാൽ മുഴുവൻ മാച്ച് ഫീസും ഇന്ത്യൻ സൈന്യത്തിനും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഇരകളുടെ കുടുംബത്തിനും നൽകുമെന്ന പ്രഖ്യാപനമാണ് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് നടത്തിയത്. RDX റാപ്പ് ന്യൂസ് മലയാളം. പക്ഷേ ഇതിപ്പോൾ സന്തോഷിക്കാനുള്ളതാണ്, വലിയ ഉജ്ജ്വലമായിട്ടുള്ള വിജയമാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണിത്. അതായത് ഇങ്ങനെയല്ലല്ലോ പക്ഷേ കളിക്ക് ശേഷമുള്ള കാര്യങ്ങൾ വേണ്ടത് എന്നൊരു തോന്നലുണ്ടാവും അല്ലേ? അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം പലപ്പോഴും ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും ഇതിനേക്കാൾ വാശിയോടെ മത്സരം കളിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ മികച്ച താരങ്ങൾ, അതുകൂടി പറയണമല്ലോ, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഭാഗത്ത് നിന്ന് ഇതിനേക്കാൾ ഇതിഹാസ താരങ്ങൾ കളിക്കുകയും ആ മത്സരത്തിൻ്റെ വീറും വാശിയും അതിൻ്റെ പരമാകാഷ്ഠയിൽ എത്തുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ അതിനുശേഷം ഈ മട്ടിൽ ഇത്രയും രാഷ്ട്രീയം കലർന്ന ഒരു മത്സരം ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവില്ല. അത് കളിക്കാർ രാഷ്ട്രീയത്തിലേക്ക് കടന്ന മത്സരം ഉണ്ടായിട്ടുണ്ടാവില്ല. അത് ഇന്ത്യൻ താരങ്ങളെ മാത്രം പറയേണ്ട കാര്യമില്ല. കാരണം അതിന് അങ്ങേറ്റത്തെ പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മൊഹസിൻ നഖ്വി അവിടെ വരുമ്പോൾ അവിടെ ഈ തുടർച്ചയായി, അതായത് ഇപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളെ ഇതിനെ ഒരു രാഷ്ട്രീയ യുദ്ധമായി അല്ലെങ്കിൽ ഒരു യുദ്ധമായി തന്നെ കണക്കാക്കി കൈകാര്യം ചെയ്യുന്നതിനെതിരെ ഇവിടെ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. കായിക നിരീക്ഷകരും അല്ലാത്ത രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ അതിനെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ അവിടെ അതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ കളി നടക്കുന്നിടത്ത് തന്നെ വന്ന് നിൽക്കുന്ന ഈ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനൊക്കെയാണ് ഈ മൊഹസിൻ നഖ്വി എന്ന് പറയുന്നത്. അദ്ദേഹം മന്ത്രി, അവിടുത്തെ പാകിസ്ഥാനിലെ മന്ത്രി, അദ്ദേഹം അടക്കം തുടർച്ചയായി ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയം തന്നെയാണ്. ആ നിലയ്ക്കാണ് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മൊഹസിൻ നഖ്വിയുടെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങില്ല എന്ന് ഇന്ത്യക്ക് തീരുമാനിക്കേണ്ടി വരുന്നത്. അതായത് അത് നിർബന്ധിക്കപ്പെടുകയാണ്. ആ രാഷ്ട്രീയത്തിലേക്ക്, ആ രാഷ്ട്രീയ ചർച്ചയിലേക്ക് അവർ കാര്യങ്ങളെ കൊണ്ടുവരികയാണ്. മാത്രമല്ല പാകിസ്ഥാൻ്റെ താരങ്ങൾ തുടർച്ചയായി പ്രകോപിപ്പിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഇതാണ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട സംഗതി. ആ ഒരു ആക്ഷൻ ഇങ്ങനെ തുടർച്ചയായി കാണിക്കുന്നത്. അത് ഒരാൾ മാത്രമല്ല, മുഴുവൻ സ്റ്റേഡിയത്തിലിരിക്കുന്ന പാകിസ്ഥാൻ്റെ ഈ കാണികളും ആ രാഷ്ട്രീയമാണ് അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിനെതിരെയുള്ള പ്രതികരണം ഉണ്ടാവും. അതിനകത്ത് എനിക്ക് ഏറ്റവും ഗംഭീരമായി തോന്നിയത് ഈ പ്രകോപനങ്ങളോടെല്ലാം വളരെ പക്വതയോടെയാണ് കളിക്കളത്തിൽ ഇന്ത്യൻ പ്ലെയേഴ്സ് പ്രതികരിച്ചത്. അവരവർ വിജയിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പരമമായ ലക്ഷ്യം. ആ വിജയത്തിലേക്ക് അവർ ടീമിനെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഗംഭീരമായി, അത് തർക്കമൊന്നുമില്ല. പക്ഷേ അതിനുശേഷമായാലും ഇപ്പോൾ റണ്ണറപ്പിനുള്ള ചെക്ക് വാങ്ങിയിട്ട് പാകിസ്ഥാൻ്റെ നായകൻ ആ ചെക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് ആ വേദിയിൽ വെച്ച്. അപ്പോൾ സ്വാഭാവികമായും തിരിച്ച് ഇപ്പുറത്തുനിന്ന് ഒരു എന്താണ് കപ്പ് ഈ നഖ്വിയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. എന്നിട്ട് ഒരു എന്താണ് ഒരു സാങ്കല്പിക കപ്പ് കൊണ്ടുവന്നിട്ടാണ് ആഘോഷിക്കുന്നത്. എന്നാൽ ഈ നഖ്വി ചെയ്ത പണി എന്താണ്? ഈ കപ്പ് അടിച്ചുകൊണ്ട് പോയി കളഞ്ഞു. ഒരു ഹോട്ടലിലേക്ക് കപ്പ് കൊണ്ടുപോയി കളഞ്ഞു. ഇങ്ങനെ വിചിത്രമായ കാര്യങ്ങൾ, ആ തലത്തിലേക്ക് കാര്യങ്ങളൊക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാന്യന്മാരുടെ കളി എന്നുള്ള സൽപ്പേര് ഇനി ക്രിക്കറ്റിന് ഇല്ല. എന്തായാലും അതിനെ കുളവാക്കാവുന്നതിൻ്റെ പരമാവധി കുളവാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് എന്താണ് നടക്കുന്നത് വിജയത്തിന് ശേഷമാണെങ്കിലും. അതിനകത്ത് ഒരു കാര്യം കൂടെയുള്ളത്, ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് പട്ടാള ഭാഷയിലും രാഷ്ട്രീയ ഭാഷയിലും മാത്രമേ കൊണ്ടുവരാവൂ എന്നാണ് നമ്മളിത് കാണുമ്പോൾ തോന്നുന്നത്. അല്ലാതെ ക്രിക്കറ്റ് കളിയുടെയും
ഏത് കളിയുടെയും കളിക്കളത്തിലേക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുക എന്താണ്? പഹൽഗാമിലെ ഭീകരാക്രമണം, അതിന് നമ്മൾ മതിയായ മട്ടിൽ തിരിച്ചടിച്ചത്. അത് പട്ടാളത്തിൻ്റെ പുസ്തകത്തിലും രാഷ്ട്രീയത്തിൻ്റെ പുസ്തകത്തിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ എന്നാണ്. അതിനെ കളിക്കളത്തിലേക്ക്, എന്നുവെച്ചാൽ കളിക്കളത്തിൽ സൗഹൃദവും കൂടെ ഉണ്ട്, ആ സൗഹൃദമുള്ള കളിക്കളത്തിലേക്ക് കൂടെ അത് കൊണ്ടുവരാൻ പാടില്ല. ഏഷ്യ കപ്പ് കിരീടം നേടിയ ഇന്ത്യക്ക് ആദ്യമേ RDXൻ്റെ അഭിനന്ദനങ്ങൾ. പക്ഷേ കളിക്കിടയിലും ശേഷവും പിന്നെ നടന്നതുമെല്ലാം കാണുമ്പോൾ ഒരു യഥാർത്ഥ ക്രിക്കറ്റ് പ്രേമിക്ക് ബാക്കിയാകുന്നത് ഒരു ക്രിക്കറ്റ് മൈതാനത്തോളം വലുതായ നിരാശയാകുമെന്ന് RDX കരുതുന്നു. കാരണം നടന്നതൊന്നും ക്രിക്കറ്റ് അല്ലായിരുന്നു. കളിക്കാർ മൈതാനത്തിറങ്ങുന്നത് കളിക്കാനാണ്, യുദ്ധം ചെയ്യാനല്ല. എല്ലാ വൈരങ്ങളെയും ഉരുക്കിക്കളയുന്ന, രാഷ്ട്രാതിർത്തികളെ അപ്രസക്തമാക്കുന്ന മാനവികതയുടെ സമതലങ്ങളാണ് കളി മൈതാനങ്ങൾ. വീറും വാശിയും വാക്കേറ്റവും പന്തയം വയ്പും പതാക വീശലുമൊക്കെ അവിടെ ഉണ്ടാകണം. പക്ഷേ പടക്കോപ്പുകളുടെ ആംഗ്യവും യുദ്ധവിമാനങ്ങളുടെയും യന്ത്രത്തോക്കുകളുടെയും ഹുങ്കാരവും മൈതാനത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത തന്നെയായിരുന്നു. ഇരുഭാഗത്തെയും ചില കളിക്കാർക്ക് അക്കാര്യത്തിൽ തെറ്റുപറ്റി, അവരെ നിയന്ത്രിക്കുന്നവർക്കും എന്ന് RDX വിചാരിക്കുന്നു. ഇന്നത്തെ RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.